This program is sponsored by Supra Pacific Financial Services Limited, a BSE listed NBFC. മൈക്രോസോഫ്റ്റിന്റെ മുതലാളി മൈക്രോസോഫ്റ്റ് തുടങ്ങിയപ്പോൾ ലോകത്തിന്റെ ഏറ്റവും വലിയ പണക്കാരനാകണം എന്നല്ല പറഞ്ഞത്. ഈ ലോകത്തിന്റെ ഓരോ വീട്ടിലും ഓരോ മേശപ്പുറത്തും ഒരു കമ്പ്യൂട്ടർ ഉണ്ടാകണം എന്നാണ് അയാൾ പറഞ്ഞത്. അവനവന്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നവൻ മിടുക്കൻ, പക്ഷെ അടുത്തവന്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നവൻ ബഹുമിടുക്കൻ. ഈ വി ഗാർഡിൽ എത്ര കാറുള്ള എംപ്ലോയീസ് ഉണ്ട്, എത്ര വീടുള്ള എംപ്ലോയീസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? കമ്പനി വളരേണ്ടത് ഒരു ഓൺട്രപ്രണറുടെ മാത്രം ഉത്തരവാദിത്തമല്ല. എല്ലാ ബന്ധങ്ങളും ഡിസ്കണക്ട് ആകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായൊരു ഇൻസെക്യൂരിറ്റി വരാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യും. യൂത്തിനുള്ളൊരു അഡ്വൈസ് എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റിയത്? പ്രത്യേകിച്ച് എല്ലാ ഒരു ആസ്പെക്ട്സും കണക്കാക്കിയുള്ളൊരു അഡ്വൈസ് എന്താണ്? ഇതൊരു പ്രത്യേക നമുക്കപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ബിസിനസ് ട്രെയിനിങ്ങിന് നേരത്തെ സാറ് സൂചിപ്പിച്ചു, ഈ ട്രെയിനിങ് കോച്ചിങ് ഒക്കെ അതും കൃത്യമാകണ്ടേ? ഇപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പം സാറ് തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു കോമ്പറ്റീഷൻ ഫീൽഡാണ്. ബിസിനസ് ട്രെയിനിങ് കോച്ചിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിലും ചില കല്ലുകടിയൊക്കെ ഉണ്ടോ? അതായത് നമുക്കൊരു നല്ല മെൻറ്റർഷിപ്പ് കിട്ടുക, നല്ല ട്രെയിനിങ് കിട്ടുക, നല്ല കോച്ചിങ് കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ഇത് ആരുടെ അടുത്തുനിന്ന് സ്വീകരിക്കണം എന്നതും പ്രസക്തമായ കാര്യമല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രെയിനേഴ്സിന്റെയും കോച്ചിങ്സിന്റെ ബഹളമാണ്. അതെ 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 അതെ. അപ്പോ ഇതാരാണ് പെർഫെക്റ്റ്? നമുക്ക് നല്ല ഒരു അഡ്വൈസ് ആര് തരും എന്നൊരു ചോദ്യമാണ്. ഈ ഒരു ക്രൈസിസ് ചലഞ്ച് ഏതെങ്കിലും തരത്തിൽ സാർ നേരിടുന്നുണ്ടോ? ഞാൻ പറയാം. അതായത് നിങ്ങൾ ഒരു മെന്ററെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിന് പറ്റിയ കഴിവുള്ള ഒരു മെന്ററെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അയാൾക്ക് അതിനുള്ള കഴിവുണ്ടോ, നമ്മളെ നയിക്കാനുള്ള കഴിവുണ്ടോ. രണ്ട്, അയാളുടെ വാല്യൂ സിസ്റ്റം എന്താണ്. ഞാൻ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെ ചെയ്തെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ എൻ്റെ അടുത്ത് വരരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ വാല്യൂ സിസ്റ്റം അതല്ല. അതായത് പൈസ ഉണ്ടാക്കുന്നത് മാത്രമാണ് ബിസിനസിന്റെ ആത്യന്തിക ഉദ്ദേശം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ മെന്ററായിട്ട് എൻ്റെ അടുത്ത് വരരുത്. കാരണം നിങ്ങൾ നിരാശപ്പെടും. ബിസിനസ്സിന് അതിനേക്കാൾ ഉയർന്നൊരു തലമുണ്ട്. അത് ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ വെൽത്ത് ഉണ്ടാകും. ഗ്രാജുവൽ ആണ് സംഭവിക്കുന്നത്. പ്രോസസ് ഗ്രാജുവലി സംഭവിക്കേണ്ടത്. നിങ്ങളിപ്പോ ഗൂഗിളിന്റെ ഓണർമാർ നല്ല വെൽത്ത് ഉള്ളവരാണ്. അതെ. ഗൂഗിൾ ഇല്ലാതിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അയ്യോ. മൈക്രോസോഫ്റ്റ് ഇല്ലാതിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആപ്പിൾ ഇല്ലാതിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. മൈക്രോസോഫ്റ്റിന്റെ മുതലാളി മൈക്രോസോഫ്റ്റ് തുടങ്ങിയപ്പോൾ ലോകത്തിന്റെ ഏറ്റവും വലിയ പണക്കാരനാകണം എന്നല്ല പറഞ്ഞത്. ഈ ലോകത്തിന്റെ ഓരോ വീട്ടിലും ഓരോ മേശപ്പുറത്തും ഒരു കമ്പ്യൂട്ടർ ഉണ്ടാകണം എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ഒരു വിശാലമായ അർത്ഥത്തിലാണ് നിങ്ങൾ ബിസിനസിനെ കാണേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ കാർ മേടിക്കാൻ, നിങ്ങൾ വീട് മേടിക്കാൻ, നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവനെ അത് പ്രചോദിപ്പിക്കില്ല. ഇതൊരു ടീം ഗെയിമാണ്. വേൾഡ് കപ്പ് കളിക്കാൻ പോയപ്പോൾ മെസ്സിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കളിക്കണമെന്ന്. എനിക്ക് 3 ഗോൾ അടിക്കാനാണ് ഞാൻ വേൾഡ് കപ്പ് കളിക്കണമെന്ന് പറഞ്ഞാൽ അത് അർജന്റീന ടീമിനെ ഇൻസ്പയർ ചെയ്യില്ല. അപ്പോൾ ബിസിനസിനെ ആ അർത്ഥത്തിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വൈഡ് ലെവലിൽ തന്നെ കാണണം എന്നുള്ളതാണ് അതിനകത്ത്. അതായത് നമ്മൾ എങ്ങനെയും പൈസ ഉണ്ടാക്കുക അല്ല. അപ്പൊ നിങ്ങൾ മെന്റർ തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ വാല്യൂ സിസ്റ്റവും നിങ്ങളുടെ വാല്യൂ സിസ്റ്റം അലൈൻ ആകുന്നുണ്ടോ എന്ന് നോക്കണം. പൈസ ഉണ്ടാക്കാനാണ് ഒരുപാട് മാർഗങ്ങളുണ്ട് ഇല്ലേ? അല്ല, പൈസ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു പൈസ ഉണ്ടാക്കലല്ല ഫോക്കസ്. പേന കൊണ്ട് എഴുതുമ്പോൾ മഷി എവിടെ നിന്നാ വരിക? നിബിന്നാ വരിക. ആരെങ്കിലും നിബ് നോക്കി എഴുതുമോ? അതെ. അപ്പൊ നിങ്ങൾ നല്ല ട്രെയിനറായാൽ നിങ്ങൾക്ക് പൈസ വന്നു തുടങ്ങും. നിങ്ങൾ നല്ല ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് പൈസ വന്നു തുടങ്ങും. അപ്പൊ നിങ്ങൾ പക്ഷെ അതിന്റെ ഉദ്ദേശം പൈസ ഉണ്ടാക്കൽ മാത്രമല്ല. പൈസ ഉണ്ടാക്കൽ മാത്രമാണെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയാമോ? ആരെ കൊന്നാലും
പൈസയാണ് പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നും. റോങ് സെല്ലിംഗ് നടത്തും. ഇപ്പോൾ ഉദാഹരണം റോങ് സെല്ലിംഗ്. ഉദാഹരണം എൻ്റെ കയ്യിലൊരു കോഴ്സ് ഉണ്ട്, നിങ്ങൾ വന്ന് ചോദിക്കുകയാണ് എനിക്കിത് സൂട്ടബിൾ ആകുമോ? എനിക്കറിയാം ഇത് സൂട്ടബിൾ ആകില്ല 100% ഉറപ്പുണ്ടെങ്കിൽ ഞാനത് പറയണം, ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സൂട്ടബിൾ അല്ല. അതൊരു മെന്ററുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇയാൾ നിരാശനാവും. ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, സ്പേസ് എന്നാണ് പേര്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ, അന്ന് അതിൻ്റെ കോസ്റ്റ് 1.25 ലക്ഷം രൂപയായിരുന്നു അന്ന്. അപ്പോൾ ഇദ്ദേഹം പൈസ തരാൻ റെഡിയാണ്. അപ്പം നമ്മളായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് പറ്റിയതല്ല ഇത്. പറ്റിയ പണിയല്ല, ഈ കോഴ്സ് അദ്ദേഹത്തിന് സൂട്ടാവില്ല. ഞാനിത് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കണേ, പൈസ തന്നിട്ടല്ലേ, ചക്കാത്തിനൊന്നല്ലല്ലോ, തനിക്ക് തന്നെ എന്താ അത്ര വിഷമം? നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ ഇത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവില്ല എന്നെനിക്ക് തോന്നുന്നത് കൊണ്ട് പറഞ്ഞു. പൈസ ഉണ്ടാക്കിയാൽ മാത്രം മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ അയാൾ നമ്മൾ കേട്ടും കുറച്ച് കഴിയുമ്പോൾ അയാൾ നിരാശനാകും, നമുക്ക് ചീത്തപ്പേരാകും. പിന്നെ അത് ചീത്തപ്പേര് പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും ചെയ്യും. നമ്മുടെ അടുത്തുനിന്ന് പോയ കസ്റ്റമറും നമ്മളെക്കുറിച്ച് കുറ്റം പറയരുത്. അതാണ് നിങ്ങളുടെ നല്ല ബിസിനസ്. പിന്നെ ഒന്നും കൂടി എന്നോട് ചോദിച്ചാൽ നല്ല ബിസിനസ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ സെയിൽസ്മാനായി മാറുന്നതാണ് നല്ല കച്ചവടത്തിനെ കുറിച്ച് കസ്റ്റമർ സംസാരിക്കണം, സെയിൽസ്മാൻ അല്ല സംസാരിക്കണം. അതായത് ആ കസ്റ്റമർ വഴി വേറെ സെയിൽസ് നമുക്ക് കിട്ടണം. അപ്പോഴേ അത് വിജയമാവുള്ളൂ. ഓക്കെ. എന്തായാലും നമ്മളിപ്പോൾ പൊതുവെ ഒരു ഏതൊക്കെ തരം ബിസിനസ് ഏരിയാസിൽ അല്ലെങ്കിൽ ആസ് എ കോച്ച് ട്രെയിനർ എന്ന നിലയിൽ ഇപ്പം മേജർ ആയിട്ടുള്ള ബിസിനസ് നടത്തുന്നവരുണ്ടായിരിക്കാം, ഓണ്ടർഷിപ്പ് നടത്തുന്നവരുണ്ടായിരിക്കാം, അതുപോലെ പുതിയ സംരംഭത്തിലേക്ക് ചുവടുവെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം. ഇത് ഏത് ടൈപ്പ് ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കാനാണ് എളുപ്പം? അങ്ങനെ ഏറ്റവും പെട്ടെന്ന് പഠിക്കുന്ന ആളാരെന്ന് പറയാം, അടി കിട്ടിയ ആളുകൾ. നല്ല അവസ്ഥയിൽ മനുഷ്യനൊരു സ്ഥാനം തലേ കയറില്ല. ഇപ്പൊ നിങ്ങൾ നല്ല വരുമാനം, നല്ല ജോലി, ഈ സമയത്ത് നിങ്ങളോട് ഞാൻ പറയാണ് ലൈഫിൽ ബഡ്ജറ്റ് ഉണ്ടാക്കണം, കുറച്ച് പൈസ സേവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പകരം നിങ്ങളൊരു അസുഖം വന്ന് കിടപ്പിലായി 5 പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് ഞാനിത് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ, മനസ്സിലാവും. അത് ചെയ്യാമായിരുന്നു. അപ്പൊ ഈ കോവിഡ് സമയത്ത് ആളുകൾ കണ്ടമാനം പഠിച്ചു. എന്താ കാരണം അറിയാമോ? കോവിഡ് അവരെ മനസ്സിലാക്കി കൊടുത്തു. ഈ തട്ടുകേട് വരുമ്പോൾ ദൈവത്തെ വിളിക്കുന്ന പോലാണ്, അതുവരെ ഉണ്ടാവില്ല. കറക്റ്റ്. അവനവന്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നവൻ മിടുക്കൻ, പക്ഷെ അടുത്തവൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നവൻ ബഹുമെടുക്കൻ. നടന്നു പോകുമ്പോൾ നിങ്ങളൊരു കുഴിയിൽ വീണു, ഞാൻ നിങ്ങളുടെ പിന്നിൽ വരുമ്പോൾ മാറി നടന്നോളണം. അതിന് പകരം അത് അയാളല്ലേ വീണത്, ഞാനല്ലല്ലോ. ഞാൻ വീണിട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ വീഴില്ല, ചിന്തിച്ച് മാറി നടന്നാൽ മതി. അപ്പോൾ അടുത്തവൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച് അവരെങ്ങനെയാണ് ബിസിനസ് ചെയ്തത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ എടുത്തു പറയാവുന്ന ഒരാളാണ് ചിറ്റലപ്പള്ളി സാർ. എനിക്ക് ഭയങ്കര ആരാധനയുള്ള ഒരാളാണ്. കാരണം തൊട്ടതെല്ലാം പൊന്നാക്കിയ ആൾ. ചിലപ്പോൾ അദ്ദേഹം സാർ പറയും, ഞാൻ അംബാനിയുടെ അത്ര ഒന്നും വളർന്നില്ലല്ലോ, ഞാനൊരു ചെറിയ കച്ചവടക്കാരനല്ലേ എന്ന് സാർ പറയും. പക്ഷെ എന്നാലും ഞാൻ പറയും, കേരളത്തിലെ മലയാളികൾ പഠിക്കേണ്ട ഒരു പ്രതിഭാസമാണ് അദ്ദേഹം. ഒന്ന്, കേരളത്തിൽ ബിസിനസ് വിജയിക്കില്ലെന്ന് പറഞ്ഞതിനെ മാറ്റി എഴുതിയ ആളാണ്. വമ്പിച്ച വിജയം വീഗാർഡ് ആയിക്കോട്ടെ, എന്തായാലും അത് അവർ തൊട്ടതെല്ലാം നന്നായിരുന്നു. ഇനി അത് മാത്രമല്ല, വളരെ ഭംഗിയായി അതിനെ IPOക്ക് കൊണ്ടുപോയി. IPOക്ക് കൊണ്ടുപോയത് മാത്രമല്ല, IPOക്ക് കൊണ്ടുപോയത് കൊണ്ട് ആ IPOക്ക് പോണതിന് മുമ്പ് ചിറ്റലപ്പള്ളി സാർ കമ്പനിയുടെ ഷെയർ ജീവനക്കാർക്ക് കൊടുത്തിരുന്നു ഏകദേശം 5%. അതിൻ്റെ ഗ്രോത്ത് പലർക്കും കോടികളാണ്. അപ്പോൾ ഒരു കമ്പനി വളരുമ്പോൾ ജീവനക്കാരെ കൂടി സംരക്ഷിക്കണം എന്ന പാഠമൊക്കെ പഠിപ്പിച്ച ഒരാളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്തത് എന്ന് പഠിച്ച് ചെയ്താൽ ബിസിനസ്
മനോഹരം. അതൊരു ഈ ബിസിനസ്സിൽ ഇപ്പോൾ പല കമ്പനികളും സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു പലരും അതിലേക്ക് എത്തി. ഈ ഷെയർ ഒരു ഭാഗം നിശ്ചിത ശതമാനം എംപ്ലോയീസിന് നൽകുക എന്നുള്ള ഒരു രീതി, അത് ശരിക്കും എംപ്ലോയീസിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, ഫെയ്ത്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്ടിവിറ്റി ഒക്കെ എഫിഷ്യൻസി ഒക്കെ കൂട്ടാൻ ഉപകരിക്കും എന്നുള്ളത് സത്യമാണ്. അല്ലാതെ അത് ഏതെങ്കിലും തരത്തിൽ ഇത് എംപ്ലോയീസിന് ബാധ്യതയാകുമോ എന്നും കൂടി അറിയണ്ടേ? ഇല്ല, മീൻസ് കമ്പനി ഒരു ഫെയിലിയറിലേക്കോ മറ്റോ പോവുകയാണെങ്കിൽ ഇല്ല, അത്തരത്തിലില്ല. ഇല്ല, കാരണം ഇവര് അതിന്റെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് കമ്പനി ഈ സോപ്പ് എന്ന് പറയും, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ. അതായത് കമ്പനിയുടെ ഒരു ഷെയറിന്റെ ഒരു ഭാഗം ഇവർക്ക് കൊടുക്കുക എന്നാണ്. എന്തിനാണ് ഇത് കൊടുക്കുന്നത്? എംപ്ലോയി ഫസ്റ്റ് ഓർഗനൈസേഷൻ എന്നാണ് ഞാൻ വിളിക്കുക. എംപ്ലോയി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഫസ്റ്റ്, ജീവനക്കാരെ പരിഗണിക്കുന്ന സ്ഥാപനം. ഒരു സ്ഥാപനം ഉയർന്ന ലെവലിലാകുന്നത് ആ ഓൺട്രപ്രണർ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടല്ലല്ലോ, ഒരുപാട് പേരുടെ എഫേർട്ട് കൊണ്ടാണ്. നമ്മുടെ കൂടെ 10-15 കൊല്ലം നിന്ന ആളെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഈ വി ഗാർഡിൽ ഇന്ന് എത്ര കാറുള്ള എംപ്ലോയീസ് ഉണ്ട്, എത്ര വീടുള്ള എംപ്ലോയീസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? വി ഗാർഡ് വളർന്നത് കൊണ്ടാണ്. 1977 തുടങ്ങിയ പോലെ തന്നെ എന്നിരുന്നതെങ്കിൽ ആവില്ലല്ലോ. അപ്പോൾ കമ്പനി വളരേണ്ടത് ഒരു ഓൺട്രപ്രണറുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ആ ഓരോ ജീവനക്കാരന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ ജീവനക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഈ ഓൺട്രപ്രണർക്കുണ്ട്, അല്ലാണ്ട് മുഴുവനും ഇയാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ വലിയ ഉയർച്ച ഉണ്ടാകും, അത് ഉറപ്പാണ്. അതിന് ഈ എംപ്ലോയീസിന്റെ പുറകെ സ്ട്രിക്റ്റ് ആയിട്ട് നടക്കേണ്ട കാര്യമൊന്നും വരില്ല എന്ന് തോന്നുന്നു. കാരണം അവർക്കൊരു ഓണർഷിപ്പ്, അവർ കമ്മിറ്റഡ് ആണ്. അതിപ്പോൾ അവർക്കൊരു പ്രോഫിറ്റ് ഉണ്ടായാൽ അതിൻ്റെ ഒരു നിശ്ചിത ലാഭവിഹിതം അവർക്ക് കിട്ടുന്നു. ഇനി കമ്പനി നഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബാധ്യതയൊന്നും വരില്ല, ലൈബിലിറ്റി. പക്ഷെ അവർ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകും, എഫിഷ്യൻ്റ് ആകും എന്നുള്ളൊരു കാര്യമുണ്ട് അല്ലേ? ആ ഓണർഷിപ്പ് അവർക്ക് കിട്ടിയല്ലോ. അതായത് സ്ഥാപനം എൻ്റെയാണ് എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ജീവനക്കാരനായിട്ടല്ല നിൽക്കേണ്ടത്, ഓണർ പെരുമാറുന്ന പോലെ പെരുമാറണം. ഉദാഹരണം, ഒരു അക്കൗണ്ടന്റിന് നമ്മൾ ജോലി കൊടുത്തു. ഈ അക്കൗണ്ടന്റ് വൈകുന്നേരം 5:30 പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു ഫാൻ കറങ്ങുകയാണ്. ഈ ഫാൻ ഓഫ് ചെയ്യേണ്ടത് അയാളുടെ ഉത്തരവാദിത്തം അല്ല, അത് ചെയ്യാൻ അവിടെ വേറെ ഡിപ്പാർട്ട്മെന്റിൽ വേറെ ആളുണ്ട്. പക്ഷെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ആ ഫാൻ അയാൾ ഓഫ് ചെയ്താൽ അയാൾ ഓണർഷിപ്പ് ഉള്ളവനാണ്. എന്തുകൊണ്ടാണ് ഓണർഷിപ്പ്? എൻ്റെ വീട്ടിൽ ഫാൻ കറങ്ങുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമോ? ഞാൻ ഓഫ് ചെയ്യും. ഈ സ്ഥാപനം എൻ്റെ വീട് പോലെ അവൻ കാണണം. അത് കാണണമെങ്കിൽ അവനെ നിങ്ങൾ പേടിപ്പിച്ചും അവനെ നിങ്ങൾ ഭയമുറുത്തി ചെയ്തില്ലെങ്കിൽ ഇതിനെ പുറത്താക്കും. അതിന് പകരം ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് ആറ്റിറ്റ്യൂഡ് അവന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ എല്ലാ കൊല്ലവും, ഇനിയിപ്പോൾ 2026 ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുടെ ഭാഗമായിട്ട് പറയാം. എല്ലാ കൊല്ലവും ഞാൻ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, ഡിസ്കണക്ട് യുവർ വേൾഡ് എന്ന് പറയും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഫിസിക്കും ചെയ്തു നോക്കാവുന്നതാണ്. എന്താ ഡിസ്കണക്ട് യുവർ വേൾഡ് എന്ന് പറയുമ്പോൾ, നിങ്ങൾക്കൊരു ലോകമുണ്ട്, എനിക്കൊരു ലോകമുണ്ട്. നിങ്ങളുടെ കണക്ഷൻസ്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ നാട്, ഇതെല്ലാമാണ് നിങ്ങളുടെ ലോകം. ഈ ലോകത്ത് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ ഈ ലോകത്തെ കണക്ഷൻ അങ്ങോട്ട് വിട്ട് കളയണം കുറച്ച് നേരത്തേക്ക്, കുറച്ച് ദിവസത്തേക്ക്. അതായത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക, നമുക്കറിയാൻ പാടില്ലാത്തൊരു രാജ്യത്തോ സ്ഥലത്തോ ചെല്ലുക, വെറുതെ ഇരിക്കുക ഒരാഴ്ച. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയോ? എല്ലാ ബന്ധങ്ങളും ഡിസ്കണക്ട് ആകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായൊരു ഇൻസെക്യൂരിറ്റി വരാൻ തുടങ്ങും. അപ്പം നിങ്ങൾ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുമായി കണക്ട് ചെയ്യും, അല്ലെങ്കിൽ പ്രകൃതിയുമായി കണക്ട് ചെയ്യും. മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുമായി സംസാരിക്കാൻ സമയമില്ലല്ലോ, നിങ്ങൾ ഈ ലോകത്തോടല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എപ്പോൾ ഡിസ്കണക്ട് ചെയ്യുന്നുവോ അപ്പം നിങ്ങൾ നിങ്ങളുമായി സംസാരിക്കാൻ തുടങ്ങും. ഈ ഡിസ്കണക്ട് യുവർ വേൾഡ് എന്ന് പറയുന്ന സാധനം ചെയ്യണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും വേണമല്ലോ. ആ ഒരാഴ്ച ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണ്ടേ? ഇവിടെ എത്ര ഓൺട്രപ്രണർക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും? ഞാൻ കഴിഞ്ഞ കൊല്ലം ചൈനയിലായിരുന്നു. ചൈനയിൽ യാങ്ഷോ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി 8 ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു മലയുടെ മുകളിൽ ധ്യാനത്തിന് പോയതാണ്. ഇത് ഈ അടുത്ത ആഴ്ച തിരികെ പോകുന്നുണ്ട് കേട്ടോ. അടുത്ത ആഴ്ച വേറെ സ്ഥലത്ത് പോകുന്നുണ്ട്. എല്ലാം വീട്ടുകാർക്ക് പോലും ബന്ധപ്പെടാൻ പറ്റില്ല. നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ കുറിച്ച്
ഇതൊരു എന്റർപ്രണർക്ക് ചെയ്യണ്ടേ? ആ ആ ബിസിനസ് മാത്രം നോക്കിയാൽ പോരാ, ഇയാൾ സന്തോഷമായിട്ടിരിക്കണ്ടേ, ഇയാൾ വളരണ്ടേ? ആ അതെ അതെ അതെ. ഇയാൾ വളർന്നാലേ സ്ഥാപനം വളരുള്ളൂ. മറ്റേ എല്ലാ ദിവസവും എപ്പോഴും ടെൻഷനാണ് അല്ലേ, ഓരോ കോളിലും ഓരോ മെസ്സേജിനും ടെൻഷനാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു SME എന്റർപ്രണർ ഇന്റർവ്യൂ ചെയ്തോളൂ, 1 മണിക്കൂറിൽ 35 കോളെങ്കിലും വന്നിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സാർ, നമ്മളിപ്പോൾ ഏറെ നേരമായിട്ട് നമ്മുടെ വണ്ടിയുടെ മുമ്പ് ഇന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്, BMW ഫ്രണ്ടിൽ. ഓക്കെ, ഞാനപ്പോൾ എനിക്കൊരു പെട്ടെന്ന് മനസ്സിലൊരു ചോദ്യം വന്നു. സാറിന് ഹർട്ട് ചെയ്യരുത്, അതായത് കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നേരിടുന്നതായിരിക്കുമല്ലോ. ഓക്കെ, അത് വിഷയമില്ല, എന്നാൽ പിന്നെ ചോദിക്കാം. അതായത് ഈ കോച്ചിങ് ട്രെയിനേഴ്സ്, മെൻറ്റേഴ്സ് ഒക്കെ നമ്മൾ വലിയ സ്റ്റേജ് പെർഫോമിംഗ് ഒക്കെ നടത്തും. ഇത് ഭയങ്കര ആവേശത്തോടെ സംസാരിക്കുന്നതൊക്കെ കാണാം. അതുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അടിച്ചേൽപ്പിക്കൂ എന്നൊക്കെ പറയും. പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യത്തിൽ ഈ ഷെയർ എടുക്കുമോ, ഒരു ഇൻവെസ്റ്റ് ചെയ്യൂ, നിങ്ങൾക്ക് റിട്ടേൺ ഉറപ്പാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ബിസിനസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്നിട്ട് മറുവശത്ത് ഇവരെ എതിർക്കുന്നവരോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ശത്രു മനോഭാവമൊക്കെ ഉള്ളവരും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നവരും ഒക്കെ ചില വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടും. ഈ കോച്ചിങ് ക്ലാസ്സൊക്കെ കിടക്കുന്നവരൊന്നും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറയുകയാണ്, അപ്പോൾ സെൽഫായിട്ട് നമ്മൾ കോച്ചിങ് കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ അത് പ്രതിഫലിപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പം അവസാനം ഒരു സാമ്പത്തിക അച്ചടക്കം അല്ലെ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ടൈം, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കുന്നത്. അത് വ്യക്തി ജീവിതത്തിലും നമ്മൾ എങ്ങനെയാണ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കോച്ചിനെ കുറിച്ചുള്ള ആളുകളുടെ ചോദ്യം. അതെ അതെ. അതിന് ഞാൻ ലളിതമായൊരു ഉത്തരം ഇതാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച 2 ഫുട്ബോൾ കളിക്കാരുടെ പേര് പറയാമോ നിങ്ങൾക്ക്? ഇപ്പോൾ ഉള്ളത് മെസ്സിയും റൊണാൾഡോയും. അവരെക്കാൾ വലിയ കളിക്കാരില്ല എന്നാണ് നടപ്പ്. അവർക്കും കോച്ചുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് കറക്റ്റാണ്. അപ്പം അതിൻ്റെ അർത്ഥം, ഒരു കളിക്കാരൻ്റെ റോളല്ല കോച്ചിൻ്റെ റോൾ, കളിക്കാരൻ്റെ വികാരമല്ല കോച്ചിൻ്റെ വികാരം. അതുകൊണ്ട് ഏത് മികച്ച കളിക്കാരനും ഒരു കോച്ചുണ്ടാവണം. സമ്മതിച്ചു. അപ്പോൾ ഒരു എന്റർപ്രണർക്ക് ഒരു കോച്ചുണ്ടാവണം. എൻ്റെ റോൾ കോച്ചിൻ്റെ റോളാണ്. ഇനി എനിക്ക് 2 സ്ഥാപനമുണ്ട്. ഈ 2 സ്ഥാപനവും വളരെ പ്രോഫിറ്റബിളായി വളരെ നന്നായി പോകുന്നു. ഒരു സ്ഥാപനത്തിൽ 18ഓളം ആളുകൾ, വേറൊരു സ്ഥാപനത്തിൽ 15ഓളം ആളുകൾ, 30 കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്, നന്നായി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം പഠിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ കള്ള് കുടിക്കരുതെന്ന് ഞാൻ ലോകത്ത് വിളിച്ചു പറയും. ബാർ ഓണർ അസോസിയേഷണൽ ക്ലാസ്സിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കള്ള് കുടിക്കുന്നത് പാപമാണ് ഞാൻ പറയും എങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ അതിന്റെ വാല്യൂ സിസ്റ്റമാണ്. അത് കാരണം ഞാൻ കള്ളുകുടിക്കാറില്ല. ഞാനും കള്ളുകുടിക്കാറില്ല. സാമ്പത്തിക അച്ചടക്കം വേണമെന്ന് പറയും. ഞാൻ വളരെ സാമ്പത്തിക അച്ചടക്കമുള്ള ഒരാളാണ്. കാരണം ഞാൻ വന്നത് വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്നാണ്. അച്ഛൻ തമിഴ്നാട്ടിലൊരു ചായക്കടയുണ്ടായിരുന്നു. ആ സാഹചര്യം, ഞാൻ തമിഴ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. +2 കഴിഞ്ഞിട്ട് 1 കൊല്ലം ഞാൻ ജോലി ചെയ്തു. പിന്നീട് മഹാരാജാസ് കോളേജിലാണ് ഡിഗ്രി കഴിഞ്ഞത്. ഡിഗ്രി കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പിലും കൊറിയർ ഏജൻസിയിലും ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിനെ ഞാൻ കെട്ടിപ്പടുത്തത് കൃത്യമായ സാമ്പത്തിക അച്ചടക്കവും അതേപോലെ തന്നെ സമയത്തിലെ അച്ചടക്കവും. ഇത് സമയത്തിലെ അച്ചടക്കം എന്ന് പറയാൻ കാരണം, സമയമാണ് എഫേർട്ട് അല്ലേ? എത്ര മണിക്കൂർ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നതാണല്ലോ നമ്മുടെ റിസൾട്ട്. അപ്പൊ ഈ അച്ചടക്കങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ എവിടെയെങ്കിലും എത്തിച്ചത്. ഒരു എന്റർപ്രണർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 അച്ചടക്കം: ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആൻഡ് സമയത്തിന്റെ അച്ചടക്കം. അതായത് ഒരു എന്റർപ്രണർ, നിങ്ങൾ നിങ്ങളുടെ സമയം എവിടെയാണ് വിനിയോഗിക്കുന്നത്? യുവജനങ്ങളൊക്കെയാണ് കൂടുതൽ സമയം മൊബൈൽ ഫോണിലാണ് വിനിയോഗിക്കുന്നത്. നിങ്ങൾ റീൽസ് കാണാനാണ് കൂടുതൽ സമയം വിനിയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അതുപോലെ ഇരിക്കും. പകരം സമയം എവിടെയാണ്? നിങ്ങൾ വളർച്ചയുള്ള സ്ഥലത്താണോ? 2, സാമ്പത്തിക അച്ചടക്കം. ഒരു മനുഷ്യന് ഏറ്റവും, ഇത് രണ്ടും എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഇത് രണ്ടും ന്യൂമറിക്കലാണ്. ഇതിൽ നിങ്ങൾ ഉഴപ്പുകയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഭൂലോക ഉഴപ്പനായിരിക്കും. ഇതാണ് ബേസിക്. ഇത് രണ്ടും ന്യൂമറിക്കൽ അളക്കാൻ പറ്റും. ഉദാഹരണം, നിങ്ങൾ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞു, 10:05 വന്നാൽ 5 മിനിറ്റ് ലേറ്റ് എന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം അത് അളക്കാൻ പറ്റുന്നതാണ്.
നിങ്ങൾ എനിക്ക് 1000 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് 900 രൂപയെ തന്നുള്ളൂ, 100 രൂപ കുറവുണ്ട്, അളക്കാൻ പറ്റും. അളക്കാൻ പറ്റുന്നതിലേ ഉഴപ്പാണെങ്കിൽ അളക്കാൻ പറ്റാത്തതിൽ ഇവൻ ഭൂലോക ഉഴപ്പനായിരിക്കും. ഓ കറക്റ്റാണ്. ഇത് കൃത്യമായിട്ടാണ് സമയം ഓരോ സെക്കൻഡും അളക്കാം അല്ലേ? അതായത് ഇപ്പൊ തോന്നുകയാണ്, ഇപ്പോൾ മൗസാറിൻ്റെ അടുത്ത് ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ഷൂട്ടിന് ഞങ്ങൾ 7:30 എത്താമെന്നാണ് പറഞ്ഞത്, ഞങ്ങൾ വന്നത് 8 മണിക്കാണ്. മീൻസ് അപ്പം തന്നെ അത് അളന്നു അല്ലേ? അരമണിക്കൂർ ലേറ്റാണ്. അങ്ങനെ തന്നെ കാരണങ്ങൾ ഉണ്ടാവാം. ഞാൻ പറഞ്ഞേ, നമ്മളെപ്പോഴും നിങ്ങൾ വൈകുന്നതിനോ നിങ്ങൾ വിജയിക്കാത്തതിനോ 1000 കാരണങ്ങൾ ഉണ്ടാവാം. കാരണങ്ങളൊന്നും ആർക്കും അറിയണ്ട. എനിക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് സ്പീഡ് എടുക്കാൻ പറ്റിയില്ല എന്നൊരു ഓട്ടക്കാരന് പറയാൻ പറ്റില്ല. നോ എക്സ്ക്യൂസസ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തിരിക്കണം. വണ്ടിക്ക് പിക്കപ്പ് ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ യുവതലമുറ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നേരത്തെയുള്ള ആൾക്കാർ, ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരൊക്കെ വളരെ അച്ചടക്കം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ പറ്റിയത്. നമ്മൾ യുവജനങ്ങൾ ഇപ്പോൾ യൂത്ത് കൂടുതൽ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്. നമ്മളറിയാം ഈ ടെക്കി പിള്ളേർ, ടെക്കി എന്നൊക്കെ ഇപ്പോൾ പണ്ട് കാലത്ത് ഇല്ലായിരുന്നല്ലോ ടെക്കി എന്നുള്ള വാക്ക്, ഇപ്പോൾ അത് ടെക്കി. അപ്പോൾ ഇവരൊക്കെ കൂടുതൽ ആ മേഖലയിൽ പണിയെടുക്കാൻ തീരുമാനിച്ചവരാണ്. അപ്പോൾ അവർക്ക് എന്താണ് യൂത്തിനുള്ളൊരു അഡ്വൈസ് എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റിയത്? പ്രത്യേകിച്ച് എല്ലാ ഒരു ആസ്പെക്റ്റും കണക്കാക്കിയുള്ളൊരു അഡ്വൈസ് എന്താണ്? അല്ല, നിങ്ങൾ ചെറുപ്പമായിക്കോട്ടെ, ഈ ചെറുപ്പക്കാരെല്ലാവരും അങ്ങനെയല്ല കേട്ടോ. വളരെ ഡിസിപ്ലിൻഡായ, എൻ്റെ ഓഫീസിൽ 70% 25 വയസ്സിന് താഴെയുള്ളവരാണ്. വളരെ കമ്മിറ്റഡായ, വളരെ ഡിസിപ്ലിൻഡായ, സാലറി കിട്ടിക്കഴിഞ്ഞാൽ SIP വരെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെയല്ല. ഇനി യൂത്തിനോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്, ഈ നിങ്ങളുടെ അച്ഛൻ പട്ട കഷ്ടപ്പാട് ചിലപ്പോൾ നിങ്ങൾക്കില്ലായിരിക്കാം. അപ്പം ഞാൻ അനുഭവിച്ചൊരു ബുദ്ധിമുട്ട് എൻ്റെ മകനില്ല, നിരഞ്ജനില്ല. പക്ഷേ നിരഞ്ജൻ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നിരഞ്ജൻ വന്നപ്പോൾ ഈ സൗകര്യങ്ങളോടുകൂടിയാണ് നിരഞ്ജൻ വന്നത്. അപ്പൊ ആ സൗകര്യങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കുക എന്നത് നിരഞ്ജന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ നിരഞ്ജൻ ആ സാമ്പത്തിക അച്ചടക്കത്തിലും ആ കാര്യത്തിലെല്ലാം കൃത്യമായിരിക്കും. നിരഞ്ജനെയും നെഹാരിയൊക്കെ അങ്ങനെയാണോ വളർത്തുന്നത്, ശീലിപ്പിക്കുന്നത്? വളരെ കൃത്യമായിട്ട്. ഞങ്ങൾ ഉദാഹരണം പറയാം. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വെക്കേഷനിൽ എന്ത് ചെയ്യാൻ പറ്റാ? ഇഷ്ടപ്പെട്ട് പഠിച്ച സ്ഥിതിക്ക് എൻജോയ് ചെയ്യാം അല്ലേ? റീൽസ് കാണാം, കറങ്ങാം, അങ്ങനെയൊക്കെ. നമ്മൾ നിരഞ്ജനോട് പറഞ്ഞു നിരഞ്ജനെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. അപ്പം നിരഞ്ജനോട് പറഞ്ഞു നമുക്ക് 1 മാസം ജോലിക്ക് പോയാലോ. അങ്ങനെ നിരഞ്ജനെ കാക്കനാട് ഏറ്റവും തിരക്കുള്ള ഒരു ഹോട്ടലിൽ ജോലിക്ക് വിട്ടു. മേശ അടയ്ക്കാനോ? ആദ്യം അവിടെ ചെന്നപ്പോൾ അവനെ കൊണ്ട് നിരഞ്ജൻ ശരിയാണോ? അതെ, അവൻ സമ്മതിച്ചു. അതായത് ഇവനെ കൊണ്ടുപോയ സമയത്ത് ആ കടക്കാരൻ കൊണ്ട് ഇവനെ ക്യാഷിലിരുത്തി. പറഞ്ഞു ഇവനെ ക്യാഷിലിരുത്തിയാൽ അതല്ല വേണ്ടത്, അവന്റെ താല്പര്യത്തിലൂടെ പോയതാട്ടാ. അപ്പൊ അവിടെ ഒരു അനുഭവം ഉണ്ട്. ഓക്കെ, നിരഞ്ജൻ അക്കാര്യത്തിൽ അച്ഛനെ ചീത്ത വിളിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഓക്കെ, ഒരു വർക്ക് എത്തിക്സ് ഉണ്ടല്ലോ ജോലി ചെയ്യുന്നതിന്റെ പ്രത്യേകത. അതാണ് ഒന്ന്. 2, നമ്മൾ അവനെ ആ വെക്കേഷനിൽ അഹമ്മദാബാദിൽ കൊണ്ടുപോയി മാർവാടി കുട്ടികളുടെ കൂടെ ഒരു ട്രെയിനിങ്. കാരണം ബിസിനസ് ചെയ്യാനാണ് അവന് താല്പര്യം. ബിസിനസ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ആളുകളുടെ കൂടെ ഇടപെടണ്ടേ? അപ്പൊ അങ്ങനെ ഒരു ക്യാമ്പിന് വിട്ടു. അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മൾ ഇവരെ ഗൈഡ് ചെയ്താൽ ഇവർ വലിയ അസറ്റാണ്. ഓക്കെ. ഞാൻ ഈ യൂത്തിനെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. കാരണം വളരെ ക്രിയേറ്റീവും ടാലൻറ്റഡുമായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ എല്ലാ കാലത്തും യുവജനങ്ങളുടെ പക്ഷത്താണ്. അതായത് മീൻസ് ഇപ്പം പഴയ ആൾക്കാരൊക്കെ പറയും, കുറച്ച് പ്രായവരൊക്കെ പറയും ഇപ്പോഴത്തെ പിള്ളേരെ കൊണ്ട് ഒരു രക്ഷയില്ല, പറഞ്ഞ കേൾക്കില്ല, അടച്ചടക്കില്ല, വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ഫുൾ ടൈം മൊബൈലിലാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ ജീവിക്കുന്ന ഒരു ലോകത്ത് അവരത് എന്താ പറയുക, അത് അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ വളർത്തുന്നുണ്ട്, അവർ എഫക്റ്റീവായി കൊണ്ടുപോകുന്നുണ്ട്. സത്യമാണ്. അവരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ചില പ്രശ്നം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് തലവേദനയാണ്. ഡീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ടോണിൽ ഡീൽ ചെയ്യണം അല്ലേ എന്നുള്ളതാണ് പ്രശ്നം. അപ്പം ഈ യൂത്തിന് നമുക്ക് ഒരു 2026 എന്ത് അഡ്വൈസ് ഡയറക്റ്റ് ക്യാമറയിൽ നോക്കി ഇന്ന് കൊടുക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ പ്രത്യാശയാണ്, അസറ്റാണ് എന്നാണ്. ലോകത്ത് വിജയിച്ചവർക്കെല്ലാം അടിസ്ഥാനപരമായുള്ള ഒറ്റ ക്വാളിറ്റി, അവർ വളരെ പർപ്പസ്ഫുള്ളായിരുന്നു, അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു എന്നാണ്. ഒന്ന്, ലൈഫിനെ ഒരു പർപ്പസ് ക്രിയേറ്റ് ചെയ്യുക. 2, ആ പർപ്പസിലേക്ക് പോകുന്ന യാത്രയിൽ ലൈഫിനെ വളരെ ഡിസിപ്ലിൻഡായിട്ട് കൊണ്ടുപോവുക.
വിജയം ആരുടെയും കുത്തകയല്ല. അച്ഛൻ, അമ്മ, കുടുംബം, പാരമ്പര്യം എന്നും വിജയത്തിനൊരു തടസ്സമേ അല്ല. ആർക്കും ജീവിതത്തിൽ എന്തുമാകാമെന്ന് ചരിത്രം നോക്കിയാൽ മനസ്സിലാകും. അതാണ് മികച്ചൊരു അഡ്വൈസ് 2026 കിട്ടാവുന്ന. നിരഞ്ജൻ ഇങ്ങനെ വന്നേ. നിരഞ്ജനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മൾ സംസാരിച്ച നിരഞ്ജൻ. ഓക്കെ, നിരഞ്ജൻ ഇപ്പം +1 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊമേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരഞ്ജൻ ബിസിനസ്സുകാരനാവണം. ആവണം. അച്ഛൻ്റെ മെന്റർഷിപ്പ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? ആണല്ലേ? ആണോ? തിരിച്ച് അച്ഛനെ അഡ്വൈസ് ചെയ്യാറുണ്ടോ? അത് ഗീവ് ആൻഡ് ടേക്ക് ആണ്. ഓക്കെ. അപ്പോൾ സന്തോഷം. എന്തായാലും നമ്മൾ ഈ കൊച്ചു കുട്ടികളെ കുട്ടികളെ നമ്മൾ അതിലേക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക, അവർക്ക് മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, ഒപ്പം പുതിയ ലോകത്തേക്ക്, ബിസിനസ് ലോകത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുള്ള നിർദ്ദേശം കൊടുക്കുക. ഓക്കെ, അപ്പം നിരഞ്ജൻ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നല്ലൊരു ബിസിനസ് അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ, നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ പല സ്ഥാപനങ്ങളും പ്രൊഡക്റ്റുകളും ഒക്കെ ആഗോളതലത്തിൽ അറിയപ്പെടുന്നുണ്ട്, നമ്മുടെ സർവീസുകളും ഒക്കെ അല്ലേ. പ്രത്യേകിച്ച് IT മേഖലകളിലെ സർവീസൊക്കെ നമ്മുടെ ആൾക്കാർ കൂടുതൽ വിദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസ് ചെയ്യുന്നതും ഒക്കെ. അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ നല്ല ഒരു ഉന്നതിയിലേക്ക് നമ്മുടെ സാമ്പത്തിക മേഖല ഉയരേണ്ടതുണ്ട്, നമ്മുടെ എക്കണോമിക് ഫിനാൻഷ്യൽ കാര്യങ്ങൾ. ഒപ്പം സാറ് പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സാമ്പത്തിക അച്ചടക്കം അല്ലേ, പിന്നെ ടൈം കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യം. പിന്നെ ഒരു മറ്റേ ഇമോഷൻ കൺട്രോൾ ചെയ്യുക ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ശരിക്കും. നമ്മുടെ ഈ ഓൺടർപ്രനേഴ്സ് പല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും അവർക്ക് ആ കോൺഫിഡൻസ് നിലനിർത്തുക. നമുക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതാണ്. അല്ല, അതാണ് ഈ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യണമല്ലോ. നമുക്ക് പെട്ടെന്ന് ഒരു വീഴ്ചയോ താഴ്ചയോ ഒക്കെ ഉണ്ടായ, ചിലപ്പോൾ ഉയർച്ച ഉണ്ടായ പോലെ ഒരു വേറൊരു ഫീലിംഗിലേക്ക് മാറും. അതെ, അതായത് പ്രത്യേകിച്ച് ആളുകളാണ് ബിസിനസ് എന്ന് പറയുന്നത്. ജീവനക്കാരുണ്ടാകും, സപ്ലയർ ഉണ്ടാകും, കസ്റ്റമർ ഉണ്ടാകും. ഈ ആളുകളുമായി ഇടപഴകുമ്പോൾ വൈകാരിക തലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ വികാരങ്ങളെ, നിങ്ങളുടെ കൂടെയുള്ളവരുടെ വികാരങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഉദാഹരണം, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ചോദ്യം ചോദിക്കും, എനിക്ക് ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങൾ എന്താണെന്നും ഞാൻ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കുന്നു എന്നത് എൻ്റെ കൺട്രോളിലേ അല്ല. അതെ. പക്ഷേ എന്ത് വികാരം ഉണ്ടാകണം എന്നത് എൻ്റെ കൺട്രോളിലാണ്. അതെ. ഈ മാക്സിമം പ്രകോപിപ്പിക്കുകയാണ് ഞങ്ങൾ ജേർണലിസ്റ്റുകളുടെ ഉദ്ദേശം. അതെ, അപ്പോൾ നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത്തരം ചോദ്യങ്ങളിൽ ഞാൻ പ്രകോപിതനാവുകയും എൻ്റെ കൺട്രോൾ വിട്ടു പോവുകയും ചെയ്താൽ അതിന്റെ അർത്ഥം ഞാൻ എന്റെ കൺട്രോളിലല്ല എന്നാണ്. ഞാൻ നിങ്ങളുടെ കൺട്രോളിലാകരുത്, ഞാൻ എന്റെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം എന്നതാണ്. അപ്പോൾ ഒരു ഓൺട്രപ്രനർ എമോഷൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ അയാളുടെ കൺട്രോളിലായിരിക്കണം എന്നാണ്. അതാണ്, നിങ്ങളുടെ കൺട്രോളിൽ ഞാനായാൽ നിങ്ങൾ എന്നെ കളിപ്പാവയാക്കും. അതിനെ അനുവദിക്കരുത്. ആരുടെയും ചാട്ടവാറാകണ്ട, കളിപ്പാവയാകണ്ട അല്ലേ. ഓക്കെ, വളരെ നന്ദി. നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് കയറി വന്നു. എന്തായാലും മൈഫിൻ മെഗാ ടോക്ക് വിത്ത് ഫിജി തോമസ് നമ്മുടെ പ്രത്യേക ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. ഈ ഒരു സമയത്ത് മികച്ച ഒരു അഡ്വൈസ് ബിസിനസ് ലോകത്തിന് നൽകിയ മധുസാറിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഒപ്പം നിരഞ്ജൻ എല്ലാവിധ ആശംസകളും ബിസിനസ് ലോകത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ്റെ മെന്റർഷിപ്പ് എടുക്കുക, ഒപ്പം അച്ഛൻ്റെ മാത്രമല്ലേ എല്ലാ രീതിയിലും അഡ്വൈസുകളൊക്കെ സ്വീകരിക്കുക. ഓക്കെ, അങ്ങനെ ഈ ടെക്കിന്റെ കാര്യത്തിലൊക്കെ പോകും എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ ഇപ്പോൾ ഞങ്ങളൊരു ടൂർ പോയി, ആ ടൂറിന്റെ ഐറ്റിനറി മുഴുവൻ ഉണ്ടാക്കിയത് പുള്ളിയാണ്. നമുക്ക് അതിന് സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ChatGPT കൊടുത്ത സാധനം ഉണ്ടാക്കുക. അതേപോലെ ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വേണമെങ്കിൽ നമുക്ക് മൊബൈലിൽ ചിലപ്പോൾ ചില സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇവരത് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള നമുക്കില്ലാത്ത ചില സ്കില്ലുകൾ അവർക്കുണ്ട്. അതുപോലെ അവർക്കില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവരെ പഠിപ്പിച്ചു. അത്രേ ഉള്ളൂ. ഈ വേണ്ടേക്കാണ്. അപ്പോൾ അത്തരത്തിൽ മുന്നേറുക. ഓക്കെ, ഇതൊരു പ്രത്യേക അഭിമുഖം. This program is sponsored by Supra Pacific Financial Services Limited, a BSE listed NBFC.